രാഹുൽ നിൽക്കുന്ന ഭാഗത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇന്ന് നമുക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത പ്രതീക്ഷിക്കാനാകും. എന്തായാലും രാവിലെ ഈ തിരച്ചിൽ തുടങ്ങിയപ്പോൾ ഉള്ള വിവരങ്ങൾ ജീവന്റെ തുടുപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ 6-ാം ദിനവും ഇത്രയും വലിയ സന്നാഹത്തോടുകൂടി തിരച്ചിൽ നടക്കുന്നത്. പല വീഴ്ചകളും നേരത്തെ ഉണ്ടായെങ്കിലും രാഹുലിന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് അവിടെ നിന്നും? രതീഷ്, ഞാൻ ഈ ദൗത്യം നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെയുണ്ട്. നിലവിൽ ഇവിടെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മലയോട് ചേർന്ന് മണ്ണിടിഞ്ഞ് വന്ന ഭാഗത്തെ മണ്ണ് അത് നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള NDRF, SDRF അടക്കമുള്ള സംഘം നീക്കം ചെയ്യും. പുഴയോട് ചേർന്ന് ഉള്ള മണ്ണ് അത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. കഴിയുന്നതും രാത്രി വരെ രക്ഷാദൗത്യം തുടരുക എന്നുള്ളതാണ്. വെല്ലുവിളി തന്നെയാണ്. എങ്കിൽ തന്നെയും കഴിയുന്നത്രയും സാധ്യമാകുന്ന വിധത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. രാത്രി ഒരുപക്ഷെ ലൈറ്റ് എത്തിക്കാനുള്ള ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു അന്തിമമായ തീരുമാനമായി വന്നിട്ടില്ല. എന്നോടൊപ്പം ഇപ്പോ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന രഞ്ജിത്ത് ഇസ്രായേൽ ചേരുന്നുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഫോണിലൂടെ അദ്ദേഹത്തിന്റെ പ്രതികരണം ലക്ഷ്യമാക്കാം. മലയാളികൾ ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട്.